بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد وعن أبي عبد الله جابر بن عبد الله الأنصاري رضي الله عنهما قال كنا مع النبي صلى الله عليه وسلم في غزاة فقال إن بالمدينة لرجالا ما سرتم مسيرا ولا قطعتم واديا إلا كانوا معكم حبسهم المرض وفي رواية إلا شركوكم في الأجر. ബഹുമാന്യനായ സഹാബി അബൂ അബ്ദുല്ല ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, അതായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഒരു യുദ്ധത്തിലായിരുന്ന സന്ദർഭത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി: നമ്മുടെ മദീനയിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ നിൽപ്പുണ്ട്. അവർ നമ്മളെപ്പോലെ യാത്ര ചെയ്ത് ഈ യുദ്ധഭൂമിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ പ്രതിഫലത്തിൽ അവരും നമ്മളെപ്പോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ വരാത്തതിൻ്റെ കാരണം അവർക്ക് രോഗം പിടിപെട്ടു, ആ കാരണത്താലാണ് അവർ വരാതിരുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിലൂടെ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ വെക്കുന്ന നീയത്ത് അനുസരിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. ഈ ഹദീസിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പോലെ ഈ യുദ്ധഭൂമിയിലേക്ക് വന്ന് യാത്ര ചെയ്യാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രോഗം തളർത്തിക്കളഞ്ഞതിൻ്റെ പേരിൽ അവർ നമ്മളോടൊപ്പം വരാൻ സാധിച്ചില്ല. അവർ മദീനയിൽ തന്നെ ആയിപ്പോയി. പക്ഷേ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, യുദ്ധത്തിൽ പോകണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണം, അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഞങ്ങളും പങ്കാളികളാകണമെന്ന ഉറച്ച വിശ്വാസവും ഉറച്ച നീയത്തും അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ രോഗം വന്ന് പിടിപെട്ടതിൻ്റെ പേരിൽ മദീനയിലായിപ്പോയി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ യുദ്ധഭൂമിയിലേക്ക് വന്ന് ഇവിടെ യുദ്ധം ചെയ്തവരും യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് മദീനയിൽ രോഗം പിടിപെട്ട് ആയിപ്പോയ സഹാബികളും പ്രതിഫലത്തിൽ ഒരുപോലെയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത്തരത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വിഭാഗം പാവപ്പെട്ട സഹാബാക്കൾ വന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് സമ്പത്ത് ഒന്നുമില്ല, ഞങ്ങൾ സമ്പന്നരല്ല. പക്ഷേ അതിസമ്പന്നരായ പല സഹാബാക്കളും ഒരുപാട് സദഖകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മുന്നേറുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്, താങ്കളൊന്ന് പറഞ്ഞു തന്നാലും എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായിക്കൊണ്ട് സഹാബാക്കളിൽ പാവപ്പെട്ടവരായിട്ടുള്ളവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതി ബോധിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും തളർത്തിയില്ല. ഈ സന്ദർഭത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബ്ര കുല്ലി സ്വലാത്തിൻ 33. നിങ്ങൾ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ, ഇത് മാത്രം ചൊല്ലിയാൽ മതി. നിങ്ങൾ ആ സഹാബാക്കളോടൊപ്പം പ്രതിഫലത്തിൽ സമമാകും. ഇത് ചെയ്തവരല്ലാതെ നിങ്ങൾക്കൊപ്പം എത്താൻ സാധിക്കുമാകുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരുപാട് സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, ഒരുപാട് സദഖകൾ ചെലവഴിക്കുന്നവർ, അവരെ കണ്ടുകൊണ്ട് പാവപ്പെട്ടവരായ സഹാബാക്കൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ആവലാതി പറയുകയാണ്.
അമലുകളുടെ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്ന ജാഗ്രത, അവരുടെ ഹൃദയത്തിൽ അമലുകളിൽ എന്നും മത്സര ബുദ്ധിയോടുകൂടി മുന്നേറണമെന്ന ഒരു ഉറച്ച വിശ്വാസം അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. അതുകൊണ്ടാണ് പാവപ്പെട്ടവരായ സഹാബാക്കൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അമലുകളിൽ ഞങ്ങളും അവരും സമമാകണം, നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മഹ്ശറ വൻസഭയിൽ നിന്നും സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഞങ്ങളൊരിക്കലും പുറകിലായി പോകാൻ പാടില്ല, ഞങ്ങൾക്കും അവരുടെ കൂടെ തന്നെ പോകണം, അതുകൊണ്ട് ഒരു അമല് പറഞ്ഞു തരൂ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങളുടെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപയും കൊടുക്കാനല്ല നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീടോ ഒന്നും കൊടുക്കേണ്ട, നിങ്ങൾ 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ഇത്തരത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് അമലുകളിൽ പ്രചോദനം നൽകുമായിരുന്നു. ചെറിയ ചെറിയ അമലുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള പണികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു എന്ന് ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പ്രതീക്ഷ വെച്ച് പോകണം, ഒരിക്കലും നിരാശപ്പെട്ടുകൊണ്ട് മടങ്ങുന്നവരാകരുത്. ചെറിയ അമലുകളാണെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉറച്ച നീയത്തോടുകൂടി ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഖബൂലിയത്ത് അതിന് തന്ന് വലിയ സ്വർഗം അതിന് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകളിൽ മത്സരബുദ്ധിയോടുകൂടി മുന്നേറി അവൻ്റെ സ്വർഗം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുക.